ടു സ്കൂൾഷിപ്പ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് SCERT ക്ലാസ് 5 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന ചാപ്റ്ററാണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഒലീവിയ വുഡ് എന്ന റൈറ്ററാണ് റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. Rebecca the Changemaker. In the land of the Maasai in southwest Kenya, there was a girl named Rebecca. തെക്ക് പടിഞ്ഞാറൻ കെനിയയിൽ മാസായ് ഗോത്രവർഗക്കാരുടെ മാസായ് ട്രൈബ്സിന്റെ നാട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് റബേക്ക. Her family kept cattle, sheep and goats and depended on farming the land for food. അവളുടെ ഫാമിലി കൃഷി ചെയ്തും അതുപോലെ തന്നെ ക്യാറ്റിലിനെ, കന്നുകാലികളെ, ചെമ്മരിയാടുകളെ, ആടുകളെയൊക്കെ വളർത്തിയാണ് ജീവിതം പുലർത്തിക്കൊണ്ടിരുന്നത്. ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക എന്നാണ് അർത്ഥം. ആഫ്റ്റർ സ്കൂൾ ടൈം റെബേക്ക യൂസ്ഡ് ടു ഹെൽപ്പ് ഹർ ഫാമിലി ആൻഡ് ടേക്ക് കെയർ ഓഫ് ദി ആനിമൽസ് ഓൺ ദ ഫാം. അപ്പോൾ സ്കൂൾ വിട്ട് വന്നാൽ റെബേക്കയും അവളുടെ ഫാമിലിയെ സഹായിക്കുമായിരുന്നു. അതുപോലെ തന്നെ ആനിമൽസിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യാനായിട്ടൊക്കെ അവൾ ഹെൽപ്പ് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. വേർഡ് മീനിങ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഓൺ എ വെരി ഹോട്ട് ഡേ റെബേക്ക ഫൗണ്ട് ഹർ മദർ ക്രൈയിങ്. അപ്പോൾ വളരെയധികം ചൂടുള്ള ഒരു ദിവസം റെബേക്ക നോക്കുമ്പോൾ അവളുടെ അമ്മ കരയുന്നത് കണ്ടു. Our crops have been bad this year, she said. അപ്പോൾ റെബേക്കയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നമ്മുടെ ക്രോപ്സ് എല്ലാം, നമ്മുടെ വിളകളെല്ലാം, അവർ നട്ട കൃഷി ചെയ്ത വിളകളെല്ലാം ഇത്തവണ വളരെ മോശമായിരിക്കുകയാണ്. Now our goats and sheep might die. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ആടുകളും ചെമ്മരിയാടുകളും എല്ലാം മരിച്ചു പോകുമല്ലോ എന്ന് പറഞ്ഞാണ് അവളുടെ അമ്മ കരയുന്നത്. Later at school, Rebecca asked her teacher why there had been so little rain that year. പിന്നീട് സ്കൂളിൽ ചെന്ന സമയത്ത് റെബേക്ക അവളുടെ ടീച്ചറോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ഒരു വർഷം മഴ തീരെ ഇല്ലാതിരുന്നത് എന്ന് ചോദിച്ചു. We have had many days without rain, said her teacher. അപ്പോൾ അവളുടെ ചോദ്യത്തിന് അവളുടെ ടീച്ചർ മറുപടി കൊടുത്തു, നമുക്ക് ഒത്തിരി ദിവസം ഈ ഒരു വർഷം മഴയില്ലാതിരുന്നു. When we have no rain, plants cannot grow. നമുക്ക് മഴ കിട്ടിയില്ലെങ്കിൽ പ്ലാന്റ്സിന്, ചെടികൾക്കൊന്നും വളരാനായിട്ട് സാധിക്കില്ല. If there are no crops for food and no water to drink, our animals will die. അപ്പോൾ കഴിക്കാനായിട്ട് ഫലങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ കുടിക്കാനായിട്ട് വെള്ളവും ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ജന്തുക്കളും നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന ജീവജാലങ്ങളൊക്കെ എന്താണ്, മരിച്ചു പോകും. Everyone in the class was quiet for a moment. അപ്പോൾ ടീച്ചർ ഇത് പറഞ്ഞു കേട്ടപ്പോൾ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും ഒരു നിമിഷത്തേക്ക് നിശബ്ദരായി, സൈലന്റ് ആയി പോയി എന്നാണ് പറയുന്നത്. They were worried about their families, their animals and their community. അപ്പോൾ ഈ കുട്ടികളെല്ലാവരും അവരുടെ ഫാമിലീസിനെ ഓർത്ത്, അതുപോലെ തന്നെ അവരുടെ ആനിമൽസിനെ ഓർത്ത്, മൊത്തം കമ്മ്യൂണിറ്റിയെ, മൊത്തം സൊസൈറ്റിയെ ഓർത്ത് എന്താണ്, വിഷമിക്കുകയായിരുന്നു. കാരണം മഴ കിട്ടാതെ എല്ലാവരും ദുരിതത്തിലേക്ക് പോകുമല്ലോ എന്നോർത്ത് ഈ കുട്ടികൾ വിഷമിക്കുകയായിരുന്നു. At the school library, Rebecca searched for more information about the rain. അങ്ങനെ റെബേക്ക അവളുടെ സ്കൂൾ ലൈബ്രറിയിൽ കൂടുതൽ വിവരങ്ങൾ, മഴയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടാനായിട്ട്, തിരയാനായിട്ട്, അന്വേഷിക്കാനായിട്ട് ആരംഭിച്ചു. പുസ്തകങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ആരംഭിച്ചു. What she learned alarmed her. അങ്ങനെ ചില പുസ്തകങ്ങളൊക്കെ അവൾക്ക് കിട്ടി. അതിൽ നിന്നൊക്കെ വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ അവളെ ഭയപ്പെടുത്തി എന്നാണ് പറയുന്നത്. The whole world is getting hotter and there is less rain. അപ്പോൾ മുഴുവൻ ലോകം, അതായത് ലോകം മുഴുവൻ എന്താണ്, ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് മഴ കുറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. She learned a new term, climate change. അപ്പോൾ ഇങ്ങനെ വായിച്ച സമയത്ത് അവളൊരു പുതിയ വാക്ക് പഠിച്ചു. എന്താണത്? ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ള ഒരു വാക്ക് കൂടി അവൾ എന്താണ്, പുതിയതായിട്ട് പഠിച്ചു. Cars, buses and aeroplanes are polluting the air. അപ്പോൾ നമ്മുടെ വാഹനങ്ങൾ, കാറുകളും ബസ്സുകളും അതുപോലെ തന്നെ പ്ലെയിൻസും എല്ലാം എന്താണ്, എയറിനെ, വായുവിനെ പൊല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ട്രീസ് ആർ ബീങ് കട്ട് ഡൗൺ ആൻഡ് യൂസ് ടു മേക്ക് ബിൽഡിങ്സ്. മരങ്ങളെല്ലാം വെട്ടിമുറിച്ച് ബിൽഡിങ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ് ആർ തോട്ട്ലെസ്ലി ബറീഡ് ഇൻ ദ ഗ്രൗണ്ട്. അപ്പോൾ ഭീമമായ വലിയ മാലിന്യ കൂമ്പാരങ്ങളുണ്ട്, അതെല്ലാം മണ്ണിൽ ഇങ്ങനെ കുഴിച്ചു മൂടുകയാണ് ഒരു ചിന്തയുമില്ലാതെ. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ ഹാർമിങ് നേച്ചർ. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം, ഈ പ്രവൃത്തികളെല്ലാം നേച്ചറിനെ, പ്രകൃതിയെ ഹാം ചെയ്യുകയാണ്, ദ്രോഹിക്കുകയാണ്, നശിപ്പിക്കുകയാണ്. റെബേക്ക ഫെൽറ്റ് സാഡ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ റെബേക്കയ്ക്ക് ഒത്തിരിയധികം ദുഃഖം തോന്നി. What can I, just a little girl, do to help the whole world? എനിക്ക്, ഒരു ചെറിയ പെൺകുട്ടിക്ക് ഈ മൊത്തം ലോകത്തെ സഹായിക്കാനായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഷീ വണ്ടേർഡ്. അവളിങ്ങനെ അതിശയപ്പെട്ടു, അത്ഭുതപ്പെട്ടു. നോക്കാം. Rebecca decided to talk to her teacher about what she had learned. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും ഇപ്പോൾ പരിസ്ഥിതിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുമൊക്കെ റെബേക്കയ്ക്ക് മനസ്സിലായി, അല്ലെ? അപ്പൊ റെബേക്ക തീരുമാനിച്ചു അവളുടെ ടീച്ചറിനോട് താൻ പഠിച്ച, മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ പറയാമെന്ന്. ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഫോർ ദി എർത്ത്, ഹർ ടീച്ചർ എക്സ്പ്ലെയിൻഡ്. അപ്പോൾ ഇവിടെ ടീച്ചറോട് പറഞ്ഞ സമയത്ത് ടീച്ചറും പറഞ്ഞു എർത്തിനെ സംബന്ധിച്ച്, ഭൂമിയെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രശ്നമാണ്. But there are certain things that we can do to help, like planting trees to make nature stronger. പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും. എന്തുപോലെയുള്ള കാര്യങ്ങളാണ്? പ്ലാന്റിങ് ട്രീസ്, ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ടീച്ചർ അവൾക്ക് പറഞ്ഞു കൊടുത്തു. As Rebecca walked home, it was very hot and she stopped to drink from her water bottle. റെബേക്ക തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വളരെയധികം ചൂടായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾക്ക് ദാഹിച്ചു. അപ്പോൾ അവൾ വെള്ളം കുടിക്കാനായിട്ട് വാട്ടർ ബോട്ടിൽ എടുത്ത് അങ്ങനെ നിന്നു. She couldn't stop thinking about the lack of rain and how it was affecting the environment. അവള് വെള്ളം കുടിക്കാനായിട്ട് നിന്നതാണ്, പക്ഷേ ആ സമയത്ത് പോലും അവൾക്ക് ചിന്തിക്കാതിരിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം ഈ മഴയില്ലാത്ത ഈ അവസ്ഥ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവൾ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് എൻവയോൺമെന്റിനെ, പരിസ്ഥിതിയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ അവൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഷീ വാണ്ടഡ് ടു ഹെൽപ്പ് ഹർ കമ്മ്യൂണിറ്റി. അവൾക്ക് അവളുടെ കമ്മ്യൂണിറ്റിയെ, സമൂഹത്തെ ഹെൽപ്പ് ചെയ്യണം, അത് അവളുടെ വലിയൊരു ആഗ്രഹമാണ്. ദെൻ ഷീ ഗെറ്റ്സ് എൻ ഐഡിയ. അങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന സമയത്ത് അവൾക്കൊരു ഐഡിയ തോന്നുകയാണ്. ഐ ഹാവ് ലേൺ സോ മച്ച് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്, ഷീ തോട്ട്. ഞാനിപ്പോൾ കുറേയധികം കാര്യങ്ങൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച്, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച്, എങ്ങനെയാണ് ഭൂമിയിലെ കാലാവസ്ഥ മാറിയത്, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇറ്റ് വുഡ് ഹെൽപ്പ് ഇഫ് എവ്രി വൺ ന്യൂ അബൌട്ട് ദിസ് പ്രോബ്ലം. എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലത്തെ കുറിച്ച് മനസ്സിലാവുകയാണെങ്കിൽ അത് കുറേയധികം സഹായിക്കുമല്ലോ. ദെൻ ടുഗെദർ വി കുഡ് വർക്ക് ഔട്ട് എ സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിക്കാനും സാധിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റെബേക്കയുടെ ചിന്തകൾ ആ സമയത്ത് പോകുന്നത്. The next day, Rebecca requested her teacher to give a lesson about the changing weather and the damage humans were doing to nature. അപ്പോൾ പിറ്റേ ദിവസം സ്കൂളിൽ ചെന്ന സമയത്ത് റെബേക്ക അവളുടെ ടീച്ചറോട് ഒരു റിക്വസ്റ്റ് നടത്തി, ഒരു അപേക്ഷ നടത്തി. എന്താണ്? ചേഞ്ചിങ് വെതറിനെ സംബന്ധിച്ച്, കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ച് അവർക്കൊരു ലെസൺ, ഒരു ക്ലാസ് എടുത്ത് കൊടുക്കണമെന്ന്. അതുപോലെ തന്നെ എങ്ങനെയാണ് മനുഷ്യരുടെ, ഹ്യൂമൻസിന്റെ പ്രവൃത്തികൾ നേച്ചറിനെ ഡാമേജ് ചെയ്യുന്നത്, നശിപ്പിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കാനായിട്ട് അവളുടെ ടീച്ചറോട് അപേക്ഷിച്ചു, റിക്വസ്റ്റ് ചെയ്തു. The teacher gladly gave them a detailed session as requested. അപ്പോൾ അവൾ പറഞ്ഞതുപോലെ തന്നെ, അവൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ വളരെ സന്തോഷത്തോടെ ടീച്ചർ അവർക്ക് ആ ഒരു ക്ലാസ് എടുത്തു കൊടുത്തു. നോക്കാം. At the end of the class, Rebecca stood up. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ സമയത്ത് റെബേക്ക എഴുന്നേറ്റ് നിന്നു. She asked everyone in her class to go home and teach their parents about what they had learned. എന്നിട്ട് അവൾ അവളുടെ ക്ലാസ്സിലുള്ള എല്ലാ കൂട്ടുകാരോടുമായിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് ചെന്നിട്ട് നിങ്ങളുടെ പേരൻസിനോട് നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം പങ്കുവെക്കണം, ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു.
In just a few days, everyone was talking about how humans were bringing harm to nature. അങ്ങനെ ഈ കുട്ടികളെല്ലാവരും അവരുടെ വീടുകളിൽ ചെന്ന് തങ്ങൾ എന്താണ് പഠിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സൊസൈറ്റിയിലെ അവിടുത്തെ ആളുകളെല്ലാം ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. എങ്ങനെയാണ് മനുഷ്യരുടെ പ്രവൃത്തികൾ നേച്ചറിനെ ഹാം ചെയ്യുന്നത്, നശിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ആരംഭിച്ചു. One day, the elders in her village held a meeting to talk with Rebecca about what could be done to help nature. അങ്ങനെ ഒരു ദിവസം അവളുടെ വില്ലേജിലെ എൽഡേഴ്സ്, മുതിർന്ന ആളുകൾ എല്ലാവരും ചേർന്ന് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. എന്നിട്ടോ ആ മീറ്റിംഗിൽ റെബേക്കയെയും അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ്, എന്ത് ചെയ്താലാണ് നേച്ചറിനെ, പ്രകൃതിയെ രക്ഷിക്കാനായിട്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറയാൻ വേണ്ടിയാണ് റെബേക്കയെ വിളിച്ചത്. The problem they faced was so big. അവരെ നേരിടുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ചെറുതല്ല അല്ലെ, വളരെ വലിയൊരു പ്രോബ്ലമാണ്. ലെറ്റ്സ് റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെനിയ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കെനിയയുടെ പ്രസിഡന്റിന്, അവരുടെ രാജ്യത്തിന്റെ പ്രസിഡന്റിന് ഒരു കത്ത് എഴുതാമെന്ന് ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്. വൺ ഓഫ് ദി എൽഡേഴ്സ് സെഡ്. അവിടെ കൂടിയിരുന്ന ആ മുതിർന്നവരിൽ ഒരാള് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു. He needs to know that we cannot live without rain. മഴയില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്ന് കെനിയൻ പ്രസിഡന്റ് എന്താണ് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. Then maybe he will implement laws to stop harming nature. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ ആ നേച്ചറിനെ ഹാം ചെയ്യുന്നതിനെ എതിർക്കുന്ന ലോസ്, നിയമങ്ങളൊക്കെ കൊണ്ടുവരുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ ഇവര് ലെറ്റേഴ്സ് എഴുതാനായിട്ട് പോവുകയാണ്. Rebecca took the letter and shared it with her classmates. അപ്പോൾ ആ എൽഡേഴ്സിന്റെ, മുതിർന്നവരുടെ മീറ്റിംഗിൽ അവരൊരു ലെറ്റർ ഉണ്ടാക്കി. ആ ലെറ്റർ എന്ത് ചെയ്തു, റെബേക്ക അത് അവരുടെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്നു. അവരുടെ ക്ലാസ്മേറ്റ്സിന്, അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്താണ് കൊടുത്തു. They asked their family members to sign their names at the bottom to show their support. എന്നിട്ടോ ഈ ലെറ്ററിന്റെ താഴെയായിട്ട് വീട്ടിൽ ചെന്ന് കുട്ടികളോടെല്ലാം അവരുടെ പേരൻസിന്റെ സിഗ്നേച്ചർ, സൈൻ, ഒപ്പ് മേടിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ നൈറോബിയിലുള്ള കെനിയൻ പ്രസിഡന്റിന്റെ അടുത്ത് ഈ ലെറ്റർ എത്തി. അങ്ങനെ ഈ മാസായി കമ്മ്യൂണിറ്റിയുടെ ഈ ലെറ്റർ അദ്ദേഹം എന്ത് ചെയ്തു, വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി. He received many other letters from other parts of the country too. അപ്പൊ ഈ മാസായി കമ്മ്യൂണിറ്റിന്റെ അടുത്തുനിന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ട് കുറേയധികം ലെറ്റേഴ്സ് ഈ ഒരു സെയിം വിഷയത്തിൽ അദ്ദേഹത്തിന് കിട്ടി എന്നാണ് പറയുന്നത്. ഐ നീഡ് ടു ഹെൽപ്പ് കെനിയ ടു പ്രൊട്ടക്ട് നേച്ചർ. അപ്പോൾ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, സംരക്ഷിക്കുന്നതിനായിട്ട് കെനിയയെ എനിക്ക് സഹായിക്കേണ്ട ആവശ്യമുണ്ട്. ഹി തോട്ട്, അദ്ദേഹം ചിന്തിച്ചു. The president asked his countrymen to plant trees outside their homes. അതുകൊണ്ട് തന്നെ തന്റെ രാജ്യത്തെ ആളുകളോടെല്ലാം അവരുടെ വീടിന് വെളിയിലായിട്ട് പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. In the Maasai community, everyone agreed to plant a tree outside their home. അങ്ങനെ നമ്മുടെ റെബേക്കയുടെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള മാസായി കമ്മ്യൂണിറ്റിയിലും എന്താണ്, എല്ലാവരും ഇങ്ങനെ വീടിന് പുറത്ത് ഒരു മരം നടാനായിട്ട് തീരുമാനിച്ചു. റെബേക്ക ആൻഡ് ഹർ മദർ dug a hole together. അപ്പൊ റെബേക്കയും അവളുടെ അമ്മയും ചേർന്ന് എന്താണ് ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി. ആൻഡ് പ്ലാന്റഡ് എ സീഡ്ലിംഗ്. എന്നിട്ട് അവർ അതിനകത്തൊരു തൈ നട്ടു, ഒരു സീഡ്ലിംഗ് നട്ടു എന്നാണ് പറയുന്നത്. At Rebecca's school, the principal held an assembly to address the students. അപ്പോൾ റെബേക്കയുടെ സ്കൂളില് അവിടുത്തെ പ്രിൻസിപ്പൽ ഒരു അസംബ്ലി വിളിച്ചു ചേർത്തു. He asked Rebecca to stand beside him. അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കാനായിട്ട് റെബേക്കയെ അദ്ദേഹം വിളിച്ചു. Protecting the environment is a big job and everyone in the world has to help. എൻവയോൺമെന്റിനെ, പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള എല്ലാവരുടെയും എന്താണ്, ഉത്തരവാദിത്വമാണ്. The principal said. അപ്പോൾ പ്രിൻസിപ്പൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. നോക്കാം. But we would like to thank Rebecca for helping us learn and make a change. എന്നാൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ റെബേക്കയോടാണ് നന്ദി പറയേണ്ടത്. എന്തുകൊണ്ടാണ്? ഈ ഒരു വിഷയം പഠിക്കാനും അതിനനുസരിച്ച് മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്താനും റെബേക്കയാണ് നമ്മളെ എല്ലാവരെയും സഹായിച്ചത്.
ഇമാജിൻ ഹൗ ബ്യൂട്ടിഫുൾ ദ വേൾഡ് വുഡ് ബി ഇഫ് വി ഓൾ ഹെൽപ്ഡ് അവർ കമ്മ്യൂണിറ്റി. അപ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇങ്ങനെ അവരുടെ കമ്മ്യൂണിറ്റിയെ, അവരുടെ കൊച്ചു കൊച്ചു സമൂഹങ്ങളെ ഈ രീതിയിൽ സഹായിക്കുകയാണെങ്കിൽ ലോകം എത്ര മനോഹരമായിരിക്കുമെന്ന് പ്രിൻസിപ്പൽ അവരോട് പറയുകയാണ്. ഹി ആഡഡ്, അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുകയാണ്. റെബേക്ക ഫെൽറ്റ് വെരി ഹാപ്പി. റെബേക്കയ്ക്ക് ഇത് കേട്ടപ്പോൾ ഒത്തിരിയധികം സന്തോഷമായി. She wondered what she and her friends could do next to help nature and her community. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്തും റെബേക്ക ആലോചിക്കുകയാണ്, നേച്ചറിനെയും അതുപോലെ തന്നെ അവളുടെ കമ്മ്യൂണിറ്റിയെയും ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് റെബേക്കയ്ക്കും അവളുടെ ഫ്രണ്ട്സിനും ചെയ്യാനായിട്ട് പറ്റുക. ഇതാണ് അവളുടെ മനസ്സിൽ അപ്പോഴും ചിന്ത. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും റെബേക്കയുടെ ഈ ഒരു സ്റ്റോറി ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.